ഹായ് ഗൈസ്, അപ്പോൾ ഇത് സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ വോയിസ് കൊടുക്കുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ പിന്നെ പറയാം. മുമ്പ് എൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇവിടെ ജോഗ്രഫിയാണ് എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജോഗ്രഫിയുടെ കുറച്ച് MCQസും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ എനിക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. അപ്പോൾ MCQസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ സയൻസിന് വേണ്ടി ആകെ ഒരു ദിവസം സ്റ്റഡി ലീവാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദിവസത്തെ വ്ളോഗാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ഒന്നും ഞാൻ എടുക്കാൻ നിന്നില്ല, കാരണം എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഒത്തിരി പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും ഞാൻ എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജോഗ്രഫി ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. വേണ്ട എൻ്റെ MCQസും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും നോക്കി. രാത്രി ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചൊക്കെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മാഡം ബ്ലൂ പ്രിൻ്റ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ബ്ലൂ പ്രിൻ്റ് കണ്ടെത്തിയും പറഞ്ഞ് എൻ്റെ കിളി പോയി. പ്രിൻറ്റിലുണ്ടായിരുന്നത് ഓരോ സബ്ജക്റ്റിൻ്റെയും വെയിറ്റേജ് ആയിരുന്നു. ഹാഫ് ഇയർലിക്കുള്ള വെയിറ്റേജ് ആണ് ഇപ്പം ഇതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പഠിക്കാത്ത ഒരു ചാപ്റ്ററിനായിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉണ്ടായത്. അത് സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി ആയിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് രാത്രി എഴുതുന്നത് വീണ്ടും പഠിക്കാൻ തുടങ്ങി. കാരണം ഞാൻ വിചാരിച്ചു ആ ചാപ്റ്റർ വലിയ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് വലുതായിട്ട് വരത്തില്ല, ആ ചാപ്റ്റർ വിട്ടേക്കാമെന്ന് വിചാരിച്ചു. ബ്ലൂ പ്രിൻ്റ് 5:30 ആയപ്പോൾ എന്തോ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് കണ്ടത് 11 മണിക്കാണ്. അപ്പോൾ 11 മണിക്ക് ഞാൻ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങി. നിൽക്കുമ്പോൾ സമയം കാണാം 11:02. ഞാൻ പിന്നെ ആ ചാപ്റ്റർ പഠിച്ചതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ എൻ്റെ ക്യാമറ ഓഫായിരുന്നു. സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി ആ ചാപ്റ്ററിന് 10 മാർക്കായിരുന്നു വെയിറ്റേജ് ഉണ്ടായിരുന്നത്. 80 മാർക്കിൽ 10 മാർക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ചാപ്റ്റേഴ്സ് ആയിരുന്നു റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പും പിന്നെ നാഷണലിസം ഇൻ ഇന്ത്യയും. 2 ചാപ്റ്റേഴ്സിനും 9 മാർക്ക് വെച്ചായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫെഡറലിസം, അതിന് 7 മാർക്കായിരുന്നു. ബാക്കി ചാപ്റ്റേഴ്സിനൊന്നും വലിയ വെയിറ്റേജ് ഉണ്ടായിരുന്നില്ല. MCQs ഒക്കെ ആയിരുന്നു മെയിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ബാക്കി ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ. ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു, കാരണം എനിക്ക് ആ ചാപ്റ്റർ ഒത്തിരി ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ PTക്കും ആ ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ റിവിഷൻ 2-3 പ്രാവശ്യം ആ ചാപ്റ്ററിൻ്റെ ഓൾറെഡി കഴിഞ്ഞതാണ്. ഞാൻ എൻ്റെ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പേപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. ഞാൻ വിചാരിച്ച അത്രയും പാടായില്ല. ഞാൻ വിചാരിച്ചു ഹിസ്റ്ററിയിൽ നിന്ന് അത്യാവശ്യം ഞാൻ പെടും വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. കാരണം ഞാൻ നാഷണലിസം ഇൻ ഇന്ത്യ വലുതായിട്ട് റിവൈസ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് ചെന്നിട്ടും എനിക്ക് റിവൈസ് ചെയ്യുമ്പോൾ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലുതായിട്ട് റിവിഷൻ ആ ഒരു ചാപ്റ്ററിന് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. സിലബസ് ഏകദേശം തീർന്നിട്ടുണ്ട്, പക്ഷേ ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ നൈറ്റ് കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും നാളെ രാവിലെ നേരത്തെ എനിക്ക് എഴുന്നേൽക്കേണ്ടി വരും. പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യേണ്ടി വരുന്നു, കാരണം 11:30 ആയപ്പോഴേക്കും നല്ലപോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഞാൻ ലാപ്ടോപ്പൊക്കെ അടച്ചിട്ട് പോയി കിടന്നുറങ്ങി. എന്നിട്ട് അലാറം ഞാൻ ഒരു ആവശ്യമില്ലാണ്ട് 3 മണിക്ക് വെച്ചു. 3 മണിക്ക് വെച്ചു. ഞാൻ 3 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ കണ്ണിൽ ഉറക്കം മാറുന്നില്ല. എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി. ഞാൻ താഴെ പല്ല് തേച്ചു, മുഖം കഴുകി, 2-3 പ്രാവശ്യം മുഖം കഴുകി. പക്ഷേ എൻ്റെ ഉറക്കം മാറുന്നില്ല. ഞാൻ 4 മണിയായപ്പോഴേക്കും ഞാൻ വീണ്ടും പോയി കിടന്നു. 5 മണിക്ക് അലാറം വെച്ചു. 5 മണിക്ക് ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ 6 മണിക്ക് എഴുന്നേറ്റാണ് പിന്നെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായത്. ആ മോർണിംഗ് ഇരുന്നിട്ടാണ് 1 മണിക്കൂർ കൊണ്ട് സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി ഞാൻ വായിച്ചും കുറച്ച് ലെക്ചേഴ്സൊക്കെ കണ്ട് ചെയ്തത്. ഞാൻ വീഡിയോ അധികം കാണുന്നില്ല, കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിക്കലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ സ്കൂളിൽ പോയിട്ടും എനിക്ക് വലിയതായിട്ട് അത് റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പേപ്പർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പോയി. ഞാൻ വിചാരിച്ചത്രയും പാടായില്ല. എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഓർമ്മ വന്നു ലാസ്റ്റ് മിനിറ്റ് കുറേ ആൻസേഴ്സൊക്കെ. എൻ്റെ അടുത്ത എക്സാം ഇംഗ്ലീഷാണ്. അപ്പോൾ ആ എക്സാമിന് വേണ്ടിയിട്ട് എനിക്കിനി പ്രിപ്പയർ ചെയ്യണം. വലിയ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഗ്രാമർ മാത്രമേ നോക്കാൻ നിൽക്കുന്നുള്ളൂ. കാരണം ചാപ്റ്റേഴ്സും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചില ചാപ്റ്റേഴ്സ് മാത്രം ഒന്ന് ചെറുതായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.